വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടതിന് പിന്നിൽ പുകവലി ചോദ്യം ചെയ്തതിന്റെ പ്രകോപനമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സുരേഷ് പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തെത്തിയപ്പോൾ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതിൽ സുരേഷ് പ്രകോപിതനായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ട്രെയിനിൽ വെച്ച് ശ്രീകുട്ടിയെ താഴെയിട്ട് തള്ളിയിട്ടതിലാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സിജോ വിജോൺ ചേരുന്നുണ്ട്. സിജോ, എന്താണ് റിപ്പോർട്ടിലുള്ളത്? ഇന്നലെ FIR-ൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ വഴി കൊടുക്കാത്തതാണ് പ്രകോപനത്തിന് കാരണം എന്ന് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം ഇവർ രണ്ടുപേരും ആ വാതിക്കൽ നിൽക്കുന്ന സമയത്ത് വെച്ച് ഈ സുരേഷ് അവിടെ വരുന്നു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പുകവലിക്കുന്നു. അത് ഈ ശ്രീകുട്ടിയും അർച്ചനയും ചോദ്യം ചെയ്തു. അത് പിന്നീട് വീണ്ടും അവർ തമ്മിലുള്ള ഒരു തർക്കത്തിന് കാരണമായി. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ പുറത്തേക്ക് ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിവിടുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇയാൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഇയാൾ മദ്യപിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇയാൾ ട്രെയിനിൽ എത്തുന്നതിന് മുമ്പ് 2 തവണ 2 ബാറുകളിലായി കയറി മദ്യപിച്ചിരുന്നു. ഈ മദ്യലഹരിയിലാണ് ഇയാൾ അവിടെ എത്തുകയും ചെയ്തത്. അതിന് ഉണ്ടായിരുന്ന ഒരു പ്രകോപനത്തെ തുടർന്നാണ്, മദ്യലഹരിയിലുണ്ടായി ഇത്തരം തർക്കങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോയതെന്നുള്ളതാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് 5 വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ സുരേഷിനെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വർക്കലയിലെത്തി സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഈ ട്രെയിനിലും അതിന്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനാണ് തീരുമാനം. തുടർന്നാവും ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിക്കുക. എന്തായാലും ഈ വഴി കൊടുക്കാത്തത് മാത്രമല്ല, അതിനുശേഷം ഈ പുകവലി ചോദ്യം ചെയ്തതും ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമായി എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്.